നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പുതുതായിട്ട് മാറി വന്ന ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിൽ ഫസ്റ്റ് എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യമാണ്. ചോദ്യം നോക്കുക. ഫ്രം ദ സീക്വൻസ് ഓഫ് equilateral triangle, square, regular pentagon and so on of regular polygons form the following sequences. നമ്പർ ഓഫ് സൈഡ്സ് അത് തന്നിട്ടുണ്ട് 3, 4, 5, 6. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെഗുലർ പോളിഗൺസ് ആണ്. റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡുകളും തുല്യം, എല്ലാ ആംഗിൾസും ഈക്വൽ. അപ്പോ ആദ്യത്തെ പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്, രണ്ടാമത്തത് സ്ക്വയർ, മൂന്നാമത്തത് റെഗുലർ പെന്റഗൺ, 4 റെഗുലർ ഹെക്സഗൺ. ഇതിൽ ആദ്യം നമുക്കറിയാം ഇതിന്റെ സൈഡുകൾ എഴുതാനാണ് ചോദ്യം. അത് നമുക്ക് തന്നിട്ടുമുണ്ട് 3, 4, 5, 6. അതെന്താന്ന് വെച്ചാൽ ഇതിൽ 3 സൈഡ് ഉണ്ട്, അടുത്തതിൽ 4, അടുത്തതിൽ 5, അടുത്തതിൽ 6 സൈഡ്. അടുത്ത ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾ എന്നാൽ ഇതിനകത്ത് 3 ആംഗിൾസ് ഉണ്ട്. ഈ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 180. അതിന് നമ്മൾ ഇക്വേഷൻ തന്നെ പഠിച്ചിട്ടുണ്ട്. n-2 × 180. നമ്പർ ഓഫ് സൈഡ് ഇവിടെ 3 ആണ്, അതാണ് n. 3 - 2 × 180. അപ്പോൾ സ്ക്വയർ ആവുമ്പോൾ ഇതിന് 4 സൈഡ് ഉണ്ട്, 4 - 2 × 180 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, ഓരോ സൈഡും കൂടുന്ന അനുസരിച്ച് ഓരോ 180 വെച്ച് കൂടി വരും. അപ്പോൾ ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾ 180, സ്ക്വയർ ആവുമ്പോൾ 4 സൈഡായി, അപ്പോൾ ഒരു 180 കൂടി 360. വീണ്ടും പെന്റഗൺ ആവുമ്പോൾ ഒരു സൈഡ് കൂടെ കൂടുമ്പോൾ ഒരു 180 കൂടെ കൂടുന്നു 540. ഹെക്സഗൺ ആവുമ്പോൾ ഒരു 180 കൂടെ ആഡ് ചെയ്തു 720. അപ്പോൾ അടുത്ത നമ്പർ നമുക്ക് ഇതിന്റെയൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കിട്ടി 180, 360, 540, 720. അതാണ് രണ്ടാമത്തേന്റെ ആൻസർ. സം ഓഫ് ഇന്നർ ആംഗിൾ എന്നത് 180, 360, 540, 720 എക്സെട്ര. അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾ. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിളിന്റെ സം എപ്പോഴും 360 ആണ്. അതായത് എല്ലാ പോളിഗൺസിന്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾ 360. അപ്പോൾ അടുത്ത സീക്വൻസ് നമുക്ക് എഴുതാം 360, 360, 360 എക്സെട്ര. അടുത്തത് ഒരു ഇന്നർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ ആകെയുള്ള ഇന്നർ ആംഗിൾ, അതായത് ട്രയാംഗിളിന്റെ സം ഓഫ് ആംഗിൾ നോക്കുക 180. അതിനെ 3 ആംഗിൾസ് ഉണ്ട്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180/3, അതാണ് 60. അപ്പോൾ അടുത്തത് 360 / 4, അതായത് സം ഓഫ് ഇന്നർ ആംഗിൾ ഇവിടെ 360, അതിനെ 4 ഈക്വൽ ആയിട്ട് മുറിക്കുമ്പോൾ 90 ഡിഗ്രി. അടുത്തത് 540/5 ചെയ്യുമ്പോൾ 108 എന്ന് കിട്ടുന്നു. 720/6 ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ ഈ കഴിഞ്ഞതിന്റെ അടുത്ത സീക്വൻസിലോട്ട് പോകുന്നു. ആൻഡ് ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾ 360. ഈ 360നെ ഇവിടെ 3 ഔട്ടർ ആംഗിൾസ് വരും ട്രയാംഗിളിന്. അപ്പോൾ 360/3 ചെയ്യുമ്പോൾ 120. അതുപോലെ 360/4 ചെയ്യുമ്പോൾ ഇവിടുത്തെ ഔട്ടർ ആംഗിൾ, ഓരോ ഔട്ടർ ആംഗിളും 90 ഡിഗ്രി വെച്ചാണ്. അടുത്ത പെന്റഗണിന്റെ ഔട്ടർ ആംഗിൾ 360/5 ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും. അടുത്തത് 360/6 ചെയ്യുമ്പോൾ ഓരോ ഔട്ടർ ആംഗിളും, അതായത് റെഗുലർ ഹെക്സഗന്റെ ഔട്ടർ ആംഗിൾ എല്ലാം വരുന്നത് 60 ഡിഗ്രി വീതമാണ്. അപ്പോൾ ആ സീക്വൻസ് നമ്മൾ എഴുതിയാൽ 120, 90, 72, 60 എക്സെട്ര. ഇപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞത് നമ്പർ ഓഫ് സൈഡ്സ് അവർ തന്നു. സം ഓഫ് ഇന്നർ ആംഗിൾ 180, 360, 540, 720 എക്സെട്ര. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്നത് 360, 360, 360, 360 എക്സെട്ര. ആൻഡ് ഇന്നർ ആംഗിൾ 60 ഡിഗ്രി, 90 ഡിഗ്രി, 108, 120 എക്സെട്ര. ആൻഡ് ഔട്ടർ ആംഗിൾ 120 ഡിഗ്രി, 90, 72, 60 എക്സെട്ര. ഇവിടെ അടുത്തത് നിങ്ങൾക്കൊരു ചോദ്യം തരികയാണ്. ഇങ്ങനെയാണെങ്കിൽ അടുത്തത് ഒരു 7 സൈഡഡ് പോളിഗൺ ആണ്. അതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ, ആൻഡ് ഇന്നർ ആംഗിൾ, അതുപോലെ ആൻഡ് ഔട്ടർ ആംഗിൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്തത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ എക്സസൈസിലെ
രണ്ടാമത്തെ ചോദ്യമാണ് ഇതിന്റെ ആൻസർ. നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്